ഇതിനി എന്ത് കലാകാണ് റബ്ബേ. സൗദാബി, ഇത് സാധാ പോലീസല്ല, അതിന് മുന്തി ഏതാനാ. ഓരെന്ത് ചോദിച്ചാലും ഞമ്മക്കറിയൂല എന്ന് മാത്രം പറഞ്ഞാ മതി. എന്താണ് എളാപ്പന്റെ ഒരു ധൈര്യം? അത് ടിവിന്റെ ആൾക്കാരാ. ആരായാലും പേടിച്ചു. കൊലപാതകമാണ് കേസ്. അത് മുത്തു റസൂലിന്റെ നാട്ടില്. ഞാനാണെങ്കിൽ ഓന്റെ എളാപ്പയും തല പോണ കാര്യമാണേ. ജനിച്ച മണ്ണിൽ സഫലമാവാത്ത സ്വപ്നങ്ങളുടെ ഭാണ്ഡങ്ങളും പേറി കരകാണാ കടലിനക്കരെ മണലാരണ്യത്തിൽ പ്രവാസികളായെത്തുന്ന കേരളീയർക്കിടയിൽ ചതിയും കൊലപാതകവും ആത്മഹത്യാ പ്രവണതയും എല്ലാം കൂടിക്കൂടി വരുന്നതിന്റെ പ്രത്യക്ഷ ഉദാഹരണമായി ഈ സംഭവത്തെ നമുക്ക് കാണാമോ? അതിപ്പോ അവിടെ എന്താ സംഭവിച്ചെന്ന് കൃത്യമായിട്ട് അറിയാണ്ട് നമ്മളെന്ത് പറയാനാ? അതെ, മനുഷ്യന്മാരിവിടെ തീർന്നിരിക്ക. അതിന്റെ ഇടയിൽ ഈ പറമ്പത്തോട് വേണ്ടാന്ന്. ഒന്നുമില്ലെങ്കിൽ ഇന്നെപ്പോലെ ദീനിയായ ആൾക്കാരുടെ പോലല്ലേ ഇത്? അക്ബറിന്റെ അളാപ്പ. എന്താ കണ്ടിട്ട് തോന്നണില്ലേ? അല്ല, ആരാ ഗൃഹനാഥൻ? എന്റെ അമ്മാവനാ. എന്തായാലും നടന്നിരിക്കുന്നത് കൊലപാതകമാണ്. ഇവിടെ കൊലപാതകം നടത്തിയിരിക്കുന്നതും കൊല്ലപ്പെട്ടിരിക്കുന്നതും മലയാളികൾ തന്നെ. ഈ സാഹചര്യത്തിൽ കേരളീയ സമൂഹം പൊതുവെ അക്രമാസക്തരാകുന്നു എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഞാനൊരു പാവപ്പെട്ട മനുഷ്യനാ. നിങ്ങളെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കൊണ്ടാവില്ല. സഹകരിച്ചതിന് നന്ദി. മണലാരണ്യത്തിലെ അജ്ഞാതമായ ഏതോ ജയിലറയിൽ മരണത്തിന് കാതോർക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെയും അവന്റെ പ്രിയപ്പെട്ട ബീവിയുടെയും തീരാത്ത മോഹങ്ങൾ ഈ കല്ലായിപ്പുഴയിലെ ഓളങ്ങളിൽ മഴയായി വീണു ചിതറുമ്പോൾ ദൂരെ കൽപ്പാത്തിപ്പുഴയിൽ പെയ്തു നിറയുന്നത് അകാലത്തിൽ വിധവയാകാൻ വിധിക്കപ്പെട്ട ഒരു പാവം പെൺകുട്ടിയുടെ കണ്ണീരാണ്. மறைந்ததோ மலரும் மங்கள பொருளும் அகன்றதோ மனது துயரால் தவிக்கின்றதே. இளவயதில் கணவனை கவர்ந்த காதலுக்கு கருணை இல்லையோ?
മാമ ഇങ്ങോട്ട് വന്നേ. ദമാമിന്ന് ജോൺ കുരുവിൾ വിളിച്ചിരുന്നു. എന്നിട്ട് അത് അക്ബറിന്റെ വിധി വന്നു. അക്ബറിനി ജീവനോട് ഈ മണ്ണിലേക്കില്ല. ഉപ്പ എന്റെ ഉപ്പ ഉപ്പ ഇന്റെ മോളെ പടച്ചും കേട്ടില്ല മോളെ. മരിപ്പ് മനുഷ്യനുള്ളതാ, പക്ഷെങ്കിൽ ഇത് ആഹാരത്തിനും കൂടി പടച്ചും കൊടുക്കാത്തൊരു ദുർമരണം. ഇന്റെ കുട്ടിക്ക് ഇങ്ങനൊരു വിധി വേണ്ടിയിരുന്നോ റബ്ബേ? സാമ്പത്തിക തർക്കത്തെ ചൊല്ലിയുണ്ടായ സംഘട്ടനത്തിൽ സൗദി അറേബ്യയിലെ ദമാമിൽ വെച്ച് പാലക്കാട്ട് കൽപ്പാത്തി സ്വദേശി രഘുരാമനെ കൊലപ്പെടുത്തിയ കേസിൽ മലയാളി യുവാവ് കല്ലായി പട്ടാമ്പോയിൽ അക്ബറിന് ശരീഅത്ത് കോടതി വധശിക്ഷ വിധിച്ചു. തലവെട്ടി ശിക്ഷ നടപ്പാക്കാനാണ് വിധി. கடவுளே, நேக்கு இப்பதான் நிம்மதியாச்சு. கோவிலுக்கு ஏதாவது வழிபாடு பண்ணிட்டு செய்திராமா? பண்ணிடுவோம் பாட்டி. இந்த சந்தோஷத்துக்கு எல்லா கோவிலையும் அபிஷேகம் ஸ்பெஷல் பூஜாவும் பண்ணிடுவோம். என்னப்பா? ஆமா. அம்மா கங்கா, நீ கேட்டியோ? நம்ம ரகுவோட உயிரெடுத்தா அந்த கொலைகாரனோட உயிர் இப்ப கடவுளே எடுக்க போறான் பாரு.